guys, this is Anagha and today we are going to study the Introduction to Animal Society. നമ്മുടെ zoology ബുക്കിൽ നിന്നുള്ളതാട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഇത് ആദ്യത്തെ ചാപ്റ്ററുമാണ്, ചെറിയൊരു ചാപ്റ്ററുമാണ്. അപ്പം ഓക്കെ, എൻ്റെ ഒരു പ്രതീക്ഷ നിങ്ങളെല്ലാം ബുക്കുമായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ്. ഓക്കെ, സോ യെസ്, ലെറ്റ്സ് ബിഗിൻ. Introduction to Animal Society. Introduction to Animal. Okay. Introduction to Animal Societies. First objective is to understand animal society, explain different types of animal society, compare and analyze the benefits and cost of group living, analyze the reasons for nest building in animals. Okay, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെയാണ് ഒരു ആനിമൽ സൊസൈറ്റി, പല തരത്തിലുള്ള ആനിമൽ സൊസൈറ്റീസ് ഏതൊക്കെയാണ്, ഗ്രൂപ്പ് ലിവിങ്ങിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ്, പിന്നെ എന്താണ് നെസ്റ്റ് കൂട് എന്തിനാണ് ഈ ആനിമൽസ് ഉണ്ടാക്കുന്നത്, ചുമ്മാ ഉണ്ടാക്കി വെക്കുന്നതാണോ, കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളതും നമുക്ക് മനസ്സിലാക്കണം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് മിക്കവാറും ഒരു ക്ലാസ്സിലൂടെ തന്നെ ഞാൻ എടുത്തു നോക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. Okay, Introduction to Animal Society. Every animals interact with their own species. ഞാൻ വായിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെ കേട്ടോ. അപ്പം ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് അത് എടുത്തു വെച്ചിരിക്കണം കേട്ടോ. Every animals interact with their own species, with other species around it, and with the environment in which it lives. Each behavior it exhibits has a rational and reason. Okay, an animal society is made up of individuals belonging to same species that live together and interact with one another and with the environment. What is an animal society? ഇപ്പൊ ഞാൻ പറഞ്ഞു ആനിമൽ സൊസൈറ്റി. വാട്ട് ഇസ് എൻ ആനിമൽ സൊസൈറ്റി നിങ്ങളോട് ചോദിക്കുമ്പം ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, അല്ലെങ്കിൽ ആനിമൽ സൊസൈറ്റീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ബിലോങ്ങിങ് ടു സെയിം സ്പീഷീസ്. അവർ ഇൻഡിവിജ്വൽസ് ആണ്. എങ്ങനത്തെ ഇൻഡിവിജ്വൽസ് ആണ്? സെയിം സ്പീഷീസിൽ വരുന്ന ഇൻഡിവിജ്വൽസ്. അപ്പം ഞാൻ ഹ്യൂമൻ ആണെന്ന് പറഞ്ഞാൽ എൻ്റെ ആനിമൽ സൊസൈറ്റിയിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? ഹ്യൂമൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ബിലോങ്ങിങ് ടു സെയിം സ്പീഷീസ്. ആ സെയിം സ്പീഷീസിലുള്ള ഇൻഡിവിജ്വൽസ് എന്തോ ചെയ്യുന്നത്? ലിവ് ടുഗദർ. അവർ ഒരുമിച്ച് താമസിക്കുകയും ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. പ്ലസ് എൻവയോൺമെന്റിന്റെ കൂടെയും കോപ്പറേറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യും, പ്ലസ് അവരും എൻവയോൺമെന്റുമായിട്ടും കോപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് ബേസിക്കലി an animal system. What do you mean by an animal society? Animal society is made up of individuals. Individuals belonging to animal society is made up of individuals belonging to same species that live together and interact with each other, interact with one another and with the environment. Okay, interact with one another and with the environment. Okay, yes. ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇത് ഒരു ഇൻഡിവിജ്വൽ, മറ്റൊരു ഇൻഡിവിജ്വൽ, ഇത് ട്രീ. അപ്പൊ ആനിമൽ സൊസൈറ്റി ഇവിടെ എന്തുവാന്ന് ചോദിച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ബിലോങ്ങിങ് ടു സെയിം സ്പീഷീസ് ആണ് that live together and interact with each other and with the environment. Right? അതെന്ന് പറയുന്നതാണ് നമ്മുടെ ആനിമൽ സൊസൈറ്റി എന്ന് കൊണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്, കൂൾ. A biologist's interest could cover a whole range of questions like how these animals relate to each other or they do not, whether they benefit from the associations or not. അപ്പം ബയോളജിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. എന്താണ് ഹൗ ദീസ് ആനിമൽ സൊസൈറ്റീസ് റിലേറ്റ്, എങ്ങനെയാണ് ഈ ആനിമൽ ആനിമൽസ് എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ടു വൺ അനദർ, പിന്നെ ഈ അസോസിയേഷൻസ് അവർ ഫോം ചെയ്യുന്നതെല്ലാം ബെനിഫിഷ്യൽ ആണോ എന്നൊക്കെ പറഞ്ഞ് പല പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ചാൾസ് ഡാർവിൻ ആനിമൽ സൊസൈറ്റിയുടെ പ്രകാരം ഡിഫൈൻ ചെയ്ത പ്രകാരം എല്ലാ ആനിമൽ സൊസൈറ്റീസും ബെനിഫിഷ്യൽ ആയിരിക്കണമെന്നാണ്. ഷുഡ് ബി ബെനിഫിഷ്യൽ. എല്ലാ അസോസിയേഷൻസും ആനിമൽ സൊസൈറ്റീസ് അല്ല, അവർ ഫോം ചെയ്യുന്ന എല്ലാ അസോസിയേഷൻസ് ഫോം ചെയ്യുന്ന ഇയാളും തമ്മിലാണെങ്കിൽ രണ്ടു പേർക്കും ബെനിഫിറ്റ് ആയിരിക്കണം എന്നാണ്
ചാൾസ് ഡാർവിന്റെ പ്രകാരം. ഓക്കെ, നാച്ചുറൽ സെലക്ഷനിലൂടെ ചൂസ് ചെയ്തതും ആയിരിക്കണമെന്നാണ്. അപ്പം ഓക്കെ, ഞാൻ ഇതിപ്പം വന്നപ്പോ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സം കീ ഫീച്ചേഴ്സ് ഓഫ് ആനിമൽ സൊസൈറ്റി. ചില കീ ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഒരു ആനിമൽ സൊസൈറ്റിയുടെ കീ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? കീ എന്ന് ചോദിച്ചാ കുറെ ഉണ്ട്. സോഷ്യൽ സ്ട്രക്ചർ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റിസോഴ്സ് ഷെയറിംഗ് ഉണ്ട്, കോപ്പറേഷൻ ഉണ്ട്, അൽറ്റ്യൂറിസം ഉണ്ട്, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, അൽറ്റ്യൂറിസം ഉണ്ട്, പിന്നെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, സോഷ്യൽ സ്ട്രക്ചർ ഉണ്ട്, പിന്നെ റിസോഴ്സ് ഷെയറിംഗ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ എന്താ പറയുന്നത് ആനിമൽ സൊസൈറ്റിയുടെ കീ ഫീച്ചേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്, സം ആനിമൽസ് ലൈക്ക് ടു ലിവ് ഇൻ ഗ്രൂപ്പ്സ്, അതേഴ്സ് പ്രിഫർ ടു റിമെയിൻ അലോൺ. അപ്പം ചില കൈൻഡ് ഓഫ് ആനിമൽസ് ഉണ്ട്, അവര് ഗ്രൂപ്പായിട്ട് താമസിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. വേറെ ചില ആനിമൽസ് ഉണ്ട്, അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മുടെ പോളാർ ബെയർ, ഫോർ എക്സാമ്പിൾ, പോളാർ ബെയർ എന്ന് പറയുന്നത് അവര് സോളിറ്ററി ആനിമൽ ഗ്രൂപ്പ്സിന്റെ അകത്ത് വരുന്ന ടൈപ്സ് ഓഫ് ആനിമൽ സൊസൈറ്റിയിൽ ഒരെണ്ണമാണ് സോളിറ്ററി ആനിമൽസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അവരെന്തോ ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിലെ മെജോറിറ്റി ഓഫ് ദ ടൈം ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും താമസിക്കുന്നത്. അവര് മീറ്റിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട് മാത്രമാണ് മീറ്റിങ്ങിനും പിന്നെ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താനും വേണ്ടി മാത്രമാണ് അവർ ഒരുമിച്ച് വരുന്നത്. അല്ലാത്ത സമയങ്ങളിലെല്ലാം അവർ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അങ്ങനത്തെ കൈൻഡ് ഓഫ് ആനിമൽസിനെ പറയുന്ന പേരാണ് സോളിറ്ററി ആനിമൽസ് എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ പോളാർ ബെയർസ്, ടൈഗേഴ്സ്, ലെപ്പേർഡ്സ് എന്നൊക്കെ പറയുന്നത്. പോളാർ ബെയർസ് ആലോചിച്ചു എളുപ്പമുണ്ട്, ടൈഗർ ആയാലും എളുപ്പമുണ്ട്, ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പം പോലെ. ഓക്കെ, ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. ചിലവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതായിരിക്കും, ചിലവർ ഗ്രൂപ്പായിട്ട് താമസിക്കുന്നവരായിരിക്കും. ഓക്കെ, ലാർജ് ആൻഡ് ഇപ്പം എലിഫന്റിനെ ഒക്കെ നോക്കുവാണെങ്കിൽ അവർ ഗ്രൂപ്പായിട്ടാണ് താമസിക്കുന്നത് അല്ലേ. ഭയങ്കര അവരെപ്പം പോയാലും കുറെ ഗ്രൂപ്പ് കാണും. അതാ പറഞ്ഞ അവർ ഗ്രൂപ്പിൽ താമസിക്കുന്നവര്, ഇവര് ഒറ്റയ്ക്ക് താമസിക്കുന്നവര്. ദേ ആർ ലാർജ് ആൻഡ് സ്മോൾ, ലാർജ് ആൻഡ് സ്മോൾ ഗ്രൂപ്പിംഗ്. ഇനിയിപ്പം ഗ്രൂപ്പും ഒറ്റയ്ക്കൊന്നും പറഞ്ഞു. ഓക്കെ, ഒറ്റയ്ക്കുള്ളവർ ഒറ്റയ്ക്ക് തന്നെ, ഗ്രൂപ്പിലുള്ളവർ എപ്പോഴും വലിയ ഗ്രൂപ്പിലായിരിക്കും താമസിക്കുന്നത്, അങ്ങനൊന്നുമില്ല. എന്താണ് ചെറിയ ഗ്രൂപ്പിലുള്ളവരും കാണും, വലിയ ഗ്രൂപ്പിലുള്ളവരും കാണും. ഇപ്പം നമ്മുടെ സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ കോളേജിൽ തന്നെ എടുത്താൽ ഫ്രണ്ട്സ് ഗ്രൂപ്പുകൾ കുറെ എണ്ണം കാണുമല്ലോ. അപ്പം ചില ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ വെറും 3 ആൾക്കാർ കാണും, ചിലത് 4 പേര് കാണും, ചിലർ 2 ആൾക്കാർ കാണും, ചിലർ ഒരു ഹ്യൂജ് ഗ്യാങ് ആയിരിക്കും. അപ്പം അവര് ഗ്രൂപ്പ് തന്നെയാണ്, 2 പേരായാലും അവരെപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. പക്ഷെ എന്താണ്, പല ഗ്രൂപ്പിലാണെങ്കിൽ പോലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്പർ ഓഫ് മെമ്പേഴ്സ് എപ്പോഴും ഡിഫറെന്റ് ആയിട്ടുണ്ട്. ചിലർ ഭയങ്കര ചെറുതായിരിക്കും, ചിലർ ഭയങ്കര വലുതായിരിക്കും, അത്രേ ഉള്ളൂ. അത് തന്നെ ഇവിടെ ലാർജ് ആയിരിക്കും, അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പിംഗ്സും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ ലാർജ് സ്മോൾ ഗ്രൂപ്പിംഗ്സ്, ഈ ഗ്രൂപ്പിംഗ്സിലൊക്കെ പറയുമ്പം ചിലപ്പോൾ ഈ ഗ്രൂപ്പിംഗ്സ് ടെമ്പററി ആകാം, പെർമനന്റ് ഗ്രൂപ്പിംഗ്സും ആകാം. Okay, groupings of animals are referred to by specific. അപ്പൊ ഈ ഗ്രൂപ്പ്സ് ഓഫ് ഗ്രൂപ്പിംഗ്സ് അല്ലെ, ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെ പല പേരുകളിൽ നമ്മൾ അറിയപ്പെടും. അത് ഏതൊക്കെയാണ്? ഫ്ലോക്സ്, സ്കൂൾസ്, ഹേർഡ്സ്, പ്രൈഡ്, പാക്സ്, പെയറിംഗ്, ഫാമിലീസ് എന്നൊക്കെ പറഞ്ഞ പേരുകളിലൊക്കെ അറിയപ്പെടും. നിങ്ങൾക്ക് അറിയായിരിക്കും കുറെയൊക്കെ. ഫ്ലോക്സ് എന്തായാലും അറിയായിരിക്കും, ഹേർഡ് അറിയായിരിക്കാം, പിന്നെ പാക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്, ഫാമിലീസ് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ ഫ്ലോക്സ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, ഹേർഡ്സ് ഉണ്ട്, പ്രൈഡ്സ് ഉണ്ട്, പാക്സ് ഉണ്ട്, അങ്ങനെയൊക്കെ തന്നെ ഫാമിലീസ് ഉണ്ട്, പെയറിങ്സ് ഉണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന നെയിംസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്, ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെ പറയുന്നത്. ഓക്കെ,
ആനിമൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സാമ്പിൾ ആണ്, കോംപ്ലക്സ് ആയിട്ടുള്ള എക്സാമ്പിൾ ഓഫ് എക്സ്ട്രീം സോഷ്യൽ കോംപ്ലക്സിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ് ഒരു ആനിമൽ സൊസൈറ്റി എന്ന് പറയുന്നത്. വെരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എക്സ്ട്രീം സോഷ്യൽ കോംപ്ലക്സിറ്റിയുടെ ഒരു എക്സാമ്പിൾ, എക്സ്ട്രീം സോഷ്യൽ കോംപ്ലക്സിറ്റിയുടെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ പറയും? ആനിമൽ സൊസൈറ്റി എന്ന് പറയാം. ആനിമൽ സൊസൈറ്റി എന്തിന്റെ എക്സാമ്പിൾ ആണ് മക്കളെ? എക്സ്ട്രീം സോഷ്യൽ കോംപ്ലക്സിറ്റി, എക്സ്ട്രീം സോഷ്യൽ കോംപ്ലക്സിറ്റി ആനിമൽ സൊസൈറ്റി അല്ല, ആനിമൽ കമ്മ്യൂണിറ്റി. ആനിമൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് എന്തിന്റെയാണ്? എക്സ്ട്രീം സോഷ്യൽ കോംപ്ലക്സിറ്റി. എക്സ്ട്രീം സോഷ്യൽ കോംപ്ലക്സിറ്റിയുടെ എക്സാമ്പിൾ ആണ് നമ്മുടെ ആനിമൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ദ കോപ്പറേഷൻ എമംഗ് ഇൻഡിവിജ്വൽസ്, ഈ കോപ്പറേഷൻ എമംഗ് ഇൻഡിവിജ്വൽസ് ഈ ആനിമൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ സൊസൈറ്റീസിലൊക്കെ എന്തുവാണ്? കോപ്പറേഷൻ നടക്കും. ആ കോപ്പറേഷൻ എമംഗ് ഇൻഡിവിജ്വൽസിലെ കാരണമാക്കുക എന്താണ്? ആ കോപ്പറേഷൻ എന്തിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്? കളക്റ്റീവ് ആക്ഷനിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്. ദീസ് കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആർ prevalent not only in insect, birds and mammals but even in small organisms like amoeba. ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ആയിട്ടുള്ള ആനിമൽസ് നമ്മൾ വിചാരിക്കും വലിയ ആനിമൽസിലൊക്കെ മാത്രമേ കാണപ്പെടൂ എന്ന് വെച്ചാൽ ബേർഡ്സ് മാമൽസ് ഇൻസെക്ട്സ് ഇതിലൊക്കെ മാത്രമേ കാണപ്പെടൂ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, കുഞ്ഞു ആനിമൽസ് ഉള്ള അമീബേഴ്സിൽ വരെ ഇത് കാണപ്പെടും. വിശ്വാസം വന്നോ? വിശ്വസിച്ചാലേ പറ്റും. Okay. Then coming to sociality. Oh, 1 minute. ചാൾസ് ഡാർവിൻ ആൻഡ് ആനിമൽ സൊസൈറ്റീസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത്? a group of animals that live together and interact with each other in a way that no, a group of animals that live together and are associated in a manner that is beneficial to each individual and which has been evolved through natural selection. അതെന്ന് പറയുന്നതാണ് ചാൾസ് ഡാർവിന്റെ പ്രകാരം ആനിമൽ സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ചാൾസ് ഡാർവിൻ എന്തുവാണ്? a group of animals that live together and are associated in a manner that is beneficial to each individual and has been evolved through natural selection എന്ന് പറയുന്നതാണ് ആനിമൽ സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ചാൾസ് ഡാർവിൻ. Okay, very good. Okay. ഇനി നമുക്ക് പറയാനുള്ളത് സോഷ്യാലിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് ലിവിംഗ്.
സോഷ്യാലിറ്റി ഓർ ഗ്രൂപ്പ് ലിവിങ് എന്ന് പറയുമ്പം റിസൾട്ട്, സോഷ്യാലിറ്റി ഓർ ഗ്രൂപ്പ് ലിവിങ് റിസൾട്ട് ചെയ്യുന്ന എന്തിലാണ്? റിസൾട്ട്സ് വെൻ റിസൾട്ട് ചെയ്യുന്നതല്ല, എന്തിന്റെ റിസൾട്ട് ആയിട്ടാണ് സോഷ്യാലിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് ലിവിങ് ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് എ റിസൾട്ട് വെൻ conspecific establishes long term relationships to lifespan and spatially cohesive social units എന്ന് പറയുന്നത്. ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. സോഷ്യാലിറ്റി ഓർ ഗ്രൂപ്പ് ലിവിങ്ങിൽ നമുക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും എളുപ്പമായിരിക്കും പറഞ്ഞു തരാനും. ഓക്കെ, സോഷ്യാലിറ്റി ഓർ ഗ്രൂപ്പ് ലിവിങ്, സോഷ്യാലിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് ലിവിങ് എന്തിന്റെ റിസൾട്ട് ആയിട്ടാണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. കൺസ്പെസിഫിക് എസ്റ്റാബ്ലിഷ്, എപ്പോഴാണോ കൺസ്പെസിഫിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ലോങ് ടേം റിലേഷൻഷിപ്സ് എന്ന് വെച്ചാൽ ലൈഫ് ലോങ് ഉള്ള റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അത്രയും വരെ പറയാം. ഇതിൽ ഈ കൺസ്പെസിഫിക്സ് എന്തുവാന്ന് വെച്ചാൽ ഓഫ് ആനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആർ ബിലോങ്ങിങ് ടു സെയിം സ്പീഷീസ്. ഏതെങ്കിലും ഒന്നിക്ക് ആനിമൽസ് അല്ല ആകാം, അല്ലെങ്കിൽ പ്ലാന്റ്സ് ആകാം. ഇവിടെ നമ്മൾ ആനിമൽസിനെ പറ്റിയാണ് പറയുന്നത്. ആനിമൽസ് ബിലോങ്ങിങ് ടു സെയിം സ്പീഷീസ് ഈ പറയുന്ന പേരാണ് എന്തുവാണ്? കൺസ്പെസിഫിക്സ്. അപ്പൊ എപ്പോഴാണോ ഈ ഇൻഡിവിജ്വൽസ് ബിലോങ് ടു സെയിം സ്പീഷീസ് ഫോർ എവർ ലൈഫ് ടൈം റിലേഷൻഷിപ്സ്, ലോങ് ടേം റിലേഷൻഷിപ്സ് കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും സ്പാഷ്യലി കഹെസീവ് സോഷ്യൽ യൂണിറ്റ്സ് ആൻഡ് സ്പാഷ്യലി കഹെസീവ് സോഷ്യൽ യൂണിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്പാഷ്യലി എന്ന് വെച്ചാൽ അവര് റിലേറ്റ് ചെയ്യുന്നു, അവരൊരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ പൊസിഷനുമായിട്ട് റിലേറ്റ് ചെയ്യുകയും, പിന്നെ കൊഹസീവ് സോഷ്യൽ യൂണിറ്റ് എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം എങ്ങനെയാണ് ഗ്രൂപ്പ് ലിവിങ് ഉണ്ടാവുന്നത്? ഫസ്റ്റ് എന്ന് വെച്ചാൽ കൊഹസീവ് എസ്റ്റാബ്ലിഷസ് ബൈ കൊഹസീവ് കൺസ്പെസിഫിക് എസ്റ്റാബ്ലിഷിംഗ് ലോങ് ടേം റിലേഷൻഷിപ്സ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ കൺസ്പെസിഫിക്, സെയിം സ്പീഷീസിലുള്ള ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഒരു റിലേഷൻഷിപ്പ് ലോങ് ടൈം േക്കുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരികയും, പിന്നെ എന്താണ് ഒരു പെർട്ടിക്കുലർ ഏരിയ റെക്കഗ്നൈസും ചെയ്ത് അവിടെ എന്തുവാണ് എല്ലാവരുമായിട്ട് ആ ഗ്രൂപ്പിലോ ആ സൊസൈറ്റി, ബേസിക്കലി ആനിമൽ സൊസൈറ്റിയിലൊക്കെ എല്ലാവരുമായിട്ട് എന്തുവാണ് യൂണിഫിക്കേഷൻ ആയിട്ട് ഒത്തൊരുമയോടെ പോവുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രൂപ്പ് ലിവിങ് അല്ലെങ്കിൽ സോഷ്യാലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ സോഷ്യാലിറ്റി തിയറി സ്റ്റേറ്റ്. സോഷ്യാലിറ്റി തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. സോഷ്യാലിറ്റി തിയറി എന്തുവാണ് പറയുന്നത്? സ്റ്റേറ്റ്സ് ദാറ്റ് ഗ്രൂപ്പ് ലിവിങ് ഇവോൾവ്സ് whenever individuals attain net fitness benefits or evolves whenever individuals attain net fitness benefit or when individuals are forced to remain in the group. എന്താണ് നമ്മുടെ സോഷ്യാലിറ്റി തിയറി എന്തോ പറയുന്നത്? ഈ ഗ്രൂപ്പ് ലിവിങ് എങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് ഈ സോഷ്യാലിറ്റി തിയറി പറയുന്നത്. നമ്മൾ പറഞ്ഞ സോഷ്യാലിറ്റി ഈസ് ബേസിക്കലി ഗ്രൂപ്പ് ലിവിങ്. ആ ഗ്രൂപ്പ് ലിവിങ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പല ആൾക്കാർ പല ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ് ഒരു ലൈഫ് ടൈം റിലേഷൻഷിപ്പിലേക്ക് വരികയും എന്തുവാണ് അവർ കൊഹസീവ് സോഷ്യൽ യൂണിറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം എന്തുവാണ് ഇതെങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് സോഷ്യാലിറ്റി തിയറി പറയുന്നത്. സോഷ്യാലിറ്റി തിയറി പറയുന്നത് ആൾക്കാർ ഗ്രൂപ്പ് ലിവിങ്ങിലോട്ട് ഫോഴ്സ് ആവുന്ന എന്തുകൊണ്ടായിരിക്കും? ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടാവും അതിൽ നിന്ന്, അല്ലെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്ത് ആ ഗ്രൂപ്പിലോട്ട് ഇട്ടേക്കുന്നതായിരിക്കും. ഈ രണ്ട് കേസുകളിലാണ് അവര് ഗ്രൂപ്പ് ലിവിങ്ങിലോട്ട് വരുന്നത്. ഓക്കെ, യെസ്, ഇവോൾവ്സ് വെൻ ഗ്രൂപ്പ് ലിവിങ് ഉണ്ടാവുന്ന whenever the individual attains net fitness benefit. അവർക്ക് എന്തെങ്കിലും നെറ്റ് ഫിറ്റ്നസ് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും. Otherwise or when individuals are forced to remain in the group. Once they whenever, yes, sociality theory states that group living, sociality theory endu parayne group living evolves. Sociality theory states that group living evolves whenever the individual attains ചെയ്യുന്ന എന്തുവാണ്? attains net fitness benefits or whenever the
individuals are forced to remain in the group ആണ് നമ്മുടെ നെറ്റ് ഗ്രൂപ്പ് എന്താണ് ഗ്രൂപ്പ് ലിവിങ് ഉണ്ടാവുന്നതെന്നാണ് നമ്മുടെ സോഷ്യാലിറ്റി തിയറി പറയുന്നത്. ഓക്കെ, അപ്പം അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടൈപ്സ് ഓഫ് ആനിമൽ സൊസൈറ്റീസ് ആണ്. അത് കുറച്ചുണ്ട്. ഓക്കെ, അത് കുറച്ചുണ്ട്. അതാണ് ചാപ്റ്ററിന്റെ പകുതി മുക്കാലും ഭാഗം. ഒരു ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. ടൈപ്സ് ഓഫ് ആനിമൽ സൊസൈറ്റി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ആനിമൽ സൊസൈറ്റി ആണ്. So yes, types of animal society ലായിരുന്നല്ലോ. Yes, a few types of animal societies are described below. First is solitary animals. നമ്മൾ അതിനെ പറ്റി സംസാരിച്ചായിരുന്നു. Solitary animals, tiger, leopard, പിന്നെ polar bear ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. അവര് മീറ്റിംഗ് ആൻഡ് റൈസിങ് ഓഫ് ദ കിഡ്സിന് വേണ്ടി മാത്രമാണ്, റൈസിങ് ഓഫ് സ്പ്രിങ്സ് എന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി, അതിന് വേണ്ടി മാത്രമാണ് അവർ ഒരുമിച്ച് വരുന്നത് എന്ന് പറയുന്ന ആ സ്പീഷീസിനെ പറയുന്ന പേരാണ്, ആ ഗ്രൂപ്പ് ഓഫ് ആനിമൽ സൊസൈറ്റീസിനെ പറയുന്ന പേരാണ് സോളിറ്ററി ആനിമൽസ് എന്ന്. ഓക്കെ, യെസ്, അതെന്തുവെന്നൊന്ന് ഞാൻ റീഡ് ചെയ്യാം. Solitary animals belonging to this class spend most of their time alone except for mating and raising offspring. Animals remaining solitary are often observed in species where resources are scarce and highly dispersed. അപ്പം ഇവരിങ്ങനെ സോളിറ്ററി ആനിമൽസ് കാണപ്പെടുന്ന ഒറ്റയ്ക്കാണല്ലോ. അത് ഏത് ടൈപ്പ് ഓഫ് ആനിമൽസ് ആണ് കാണിക്കുന്നത്, അവിടെ ഏത് ടൈപ്പ് ഓഫ് ആനിമൽസിനാണ് റിസോഴ്സസ്, അവരുടെ റിസോഴ്സസ് കുറവായിട്ടുള്ളത്, സ്കേഴ്സ് ആയിട്ടുള്ളെങ്കിൽ, അതോ അവിടെ ഇവിടെയുമായിട്ട് ഭയങ്കരമായിട്ട് ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിടക്കുന്ന അങ്ങനെ ഉള്ള ആനിമൽസിലാണ് പൊതുവേ എന്തുവാണ് സോളിറ്ററി ആനിമൽസ് എന്ന് പറയുന്ന കൂട്ടം കാണപ്പെടുന്നത്. ഓക്കെ, യെസ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ടൈഗർ, ലെപ്പേർഡ്, പോളർ ബെയർസ്. ആൻഡ് ദെൻ കമ്മിങ് ടു പെയർ ബോണ്ടഡ് സൊസൈറ്റീസ്. പെയർ ബോണ്ടഡ് സൊസൈറ്റീസ്, സോറി, പെയർ ബോണ്ടഡ് അല്ല, പെയർ ലിവിങ്. പെയർ ബോണ്ടഡ് എന്നും പറയാം, പെയർ ലിവിങ് സൊസൈറ്റി എന്നും പറയാം, രണ്ടും ഓക്കെയാണ്. No issues with that. അപ്പം പെയർ ലിവിങ് സൊസൈറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇൻ ദീസ് സൊസൈറ്റീസ് എ മെയിൽ ആൻഡ് എ ഫീമെയിൽ ഫോംസ് എ ലോങ് ടേം പെയർ ബോണ്ട് ആൻഡ് ലിവ് ടുഗെദർ ടു റൈസ് their children. This type of society is common in species where biparental care increases the survival chance of the young ones. ഇവരെന്തായിരിക്കും കാണിക്കുന്ന ബൈപാരന്റൽ.
ബൈ പാരന്റൽ എന്ന് വെച്ചാൽ എന്തുവാണ്, രണ്ട് പാരന്റ്സും ഒന്നെങ്കിൽ ഈക്വലി അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ട് പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന കൈൻഡ് ഓഫ് ഒരു പാരന്റൽ കെയറിനെ പറയുന്നതാണ് ബൈ പാരന്റിങ്. അമ്മ ഇത്രയും എന്താണ് സാധനങ്ങൾ ആ കുഞ്ഞിനെ ചെയ്തു കൊടുക്കുമ്പോൾ അത്രയും തന്നെ ആ കുഞ്ഞിന്റെ അച്ഛനും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മ ഇന്ന സാധനങ്ങളെല്ലാം ചെയ്യുമ്പോൾ അച്ഛൻ അത് ബാക്കിയുള്ളതെല്ലാം കോംപ്ലിമെന്ററി ആയിട്ടുള്ളതല്ല അതിനെ അമ്മ ചെയ്യാത്ത ബാക്കി കാര്യങ്ങളെല്ലാം അച്ഛൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് അച്ഛനും അമ്മയും ഒരേപോലെ നിൽക്കുമ്പോഴാണ് ആ കുഞ്ഞ് വളരുന്നത്. അപ്പൊ ഈ പാരന്റലിന്റെ വെരി എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ രണ്ട് പാരന്റ്സ് ഇൻവോൾവ് ആണ്. രണ്ട് അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കെയർ ആ കുഞ്ഞിന് കിട്ടുവാണ്. അപ്പൊ അവരെന്തോ ചെയ്യുക, അവരുടെ സർവൈവൽ ചാൻസസ് ബാക്കിയുള്ള ആനിമൽസിന് യൂണി പാരന്റലോ അല്ലെങ്കിൽ പാരന്റൽ കെയർ കിട്ടാത്ത ആനിമൽസിനെ ആസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ സീ ഹോഴ്സിനെ ഒക്കെ എടുക്കുവാണെങ്കിൽ അവരുടെ പാരന്റൽ കെയർ എന്നൊക്കെ പറയുന്നത് ആ കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ളൂ. അവരുടെ അമ്മ എന്തുമായിരിക്കും ചെയ്യുന്നത്, ഫീമെയിൽ സീഹോസ് എന്ന് പറയുന്നത് മുട്ട പ്രൊഡ്യൂസ് ചെയ്ത് ഒവി പോസ്റ്റർ വഴി എന്താണ് സീഹോസിന്റെ മെയിൽ സീഹോസിന്റെ പൗച്ചിലോട്ട് ബ്രൂഡ് പൗച്ച് എന്ന് പറയും, അതിന്റെ ബ്രൂഡ് പൗച്ചിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് മെയിലാണ് അതിനെ വളർത്തിയെടുക്കുന്നത്. ആ മുട്ടയെല്ലാം വളർത്തി വിരിയിച്ച് മെയിലാണ് പ്രസവിക്കുന്നത്. പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളെല്ലാം പുറത്തു പോകുന്ന അടുത്ത നിമിഷം തൊട്ടിട്ട് അവർക്ക് ഒരു പാരന്റൽ കെയറും ഇല്ല. അവര് ആ കുഞ്ഞുങ്ങളെ നോക്കാറില്ല. അവര് വരുമ്പോഴേ അവരുടെ കാര്യങ്ങൾ നോക്കി പോവുകയാണ് സാധാരണ കേസിൽ ചെയ്യുന്നത്. അപ്പൊ അവരെക്കാളും ഒക്കെ ഇവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ്. ഇവര് രണ്ടുപേര് അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. സോ അതാണ്. ഓക്കെ, യെസ്. Pair living animal society. In these animal societies are male and female എന്ന് ചെയ്യുന്ന forms a long term relationships and raise a long term pair bond and live together and raise their offspring. This type of society is common in species. This type of society is common in species whereby parental care increases the survival chance of young ones. Example, many bird species albatross എന്ന് പറയുന്നത് such as albatross and swan, as well as some mammals like fox and gibbons. ഇതുപോലെ നമ്മൾ ഈ വാക്ക് പാടാ, ഗിബൺസ് ഒക്കെ ഓർത്ത് വെക്കാൻ പാടാ, അതുകൊണ്ട് നമുക്ക് പഠിക്കണ്ട. എന്താ പേപ്പറിന് ചെന്നിരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഗിബൺസ് ഏത് കൈൻഡ് ഓഫ് ആനിമൽ സൊസൈറ്റിയാണ് എക്സിബിറ്റ് ചെയ്യുന്നതെന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് 5 മാർക്കേഴ്സ് എഴുതാൻ താല്പര്യമില്ലെങ്കിൽ ആ വാക്കൊന്ന് ഓർത്ത് വെക്കണം. ഗിബൺസ് എന്ന് പറയുന്ന പെയർ ബോണ്ട് അല്ലെങ്കിൽ പെയർ ലിവിങ് സൊസൈറ്റീസിലായിരുന്നു ഞാൻ വായിച്ചതെന്നൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, യെസ്. അത്രയും ചെയ്താൽ കുഴപ്പമൊന്നുമില്ലാതിരിക്കും. Okay, then coming to family group എന്ന് wait a second, ഞാൻ ഒരു ചോക്ക് എടുത്തിട്ട് വരാം. കിട്ടിപ്പോയി ഗൈസ്, കിട്ടിപ്പോയി. ഓക്കെ, കൂൾ. സോ അടുത്തതെന്ന് വെച്ചാൽ ഫാമിലി ഗ്രൂപ്പ്സ് ആണ്. ഫാമിലി ഗ്രൂപ്പ്സിനെ പറയുന്ന പേരാണ് അടുത്തത്. ഓക്കെ, ഫാമിലി ഗ്രൂപ്പ്സ്.
family groups consist of a parent and their offspring living together. Family എന്ന് പറയുമ്പോൾ എന്തുവാണ് നമ്മൾ മറ്റേടത്ത് പറഞ്ഞ ഗ്രൂപ്പ് ആനിമൽ ഗ്രൂപ്പ്സിന് പറയുന്ന കുറെ പേരിൽ ഒരെണ്ണമായിരുന്നു ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പൊ ഫാമിലി എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്തോ വരുന്നത്? അച്ഛൻ, അമ്മ, കുഞ്ഞുങ്ങൾ അല്ലേ? എന്താണ് അത് തന്നെ. ഫാമിലി ഗ്രൂപ്പ്സ് കൺസിസ്റ്റ് ഓഫ് പാരന്റ്സ് ആൻഡ് ദ ഓഫ് സ്പ്രിങ്സ് ലിവിംഗ് ടുഗദർ. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഫാമിലി ഗ്രൂപ്പ്സ്. ഇൻ സച്ച് കേസസ് ഓൾഡർ ഓഫ് സ്പ്രിങ്സ് may stay with the family to help rear the younger siblings. അപ്പൊ ഇതുപോലത്തെ ഫാമിലി ഇതിൽ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൂത്ത സിബ്ലിങ്സ്, ഏറ്റവും എൽഡർ ആയിട്ടുള്ള സിബ്ലിങ്സ് എല്ലാം എന്താണ് കൂടുവിട്ട് പോകത്തൊന്നുമില്ല, ഗ്രൂപ്പിൽ തന്നെ നിലനിൽക്കും. എന്തിനാ? കുഞ്ഞു സിബ്ലിങ്സ് യങ്ങർ സിബ്ലിങ്സിനെ നോക്കാനായിട്ട് അവർ ആ ഗ്രൂപ്പിൽ തന്നെ കാണും. ഓക്കെ. Okay. Family groups. Family groups consist of parents and their offsprings. In such cases, the older offsprings may stay in the family to help rear the younger siblings. Rear the younger siblings. Okay. So ഞാൻ അതൊന്ന് റീഡ് ചെയ്യാം. ഓക്കെ. Family group consists of parents and their offsprings living together. In such cases, older offsprings may stay in the family to help raise younger siblings. Example ഏതൊക്കെയാണ്? Elephant, lion and wolf. ഏതൊക്കെയാണ്? Elephant, lion and wolf. എലിഫന്റ്സും ലയനും വേറൊരു ഗ്രൂപ്പിലും വരുന്നുണ്ട്. അതെന്ന് വെച്ചാ സ്മോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പിൽ എലിഫന്റും ലയനും വരുന്നുണ്ട്. ലയന്റെ ഗ്രൂപ്പിനെ പറയുന്നതാണ് പ്രൈഡ് എന്നും എലിഫന്റിന്റെ ഗ്രൂപ്പിനെ പറയുന്നതാണ് ഹേർഡ്സ് എന്നും. ഓക്കെ. യെസ്, നമ്മൾ ഈ രണ്ട് വാക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടെങ്കിൽ. യെസ്, നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, സ്മോൾ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദി ലിവ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് ഓഫൻ വിത്ത് എ ഡോമിനന്റ് മെമ്പർ. അവർക്കൊരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു മെമ്പർ കാണും സ്മോൾ ഗ്രൂപ്പിൽ. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്ന ഫാമിലി ഗ്രൂപ്പ്സിനെ പറ്റി. ഇവിടെ എന്ത് പറയുന്നത്? അച്ഛൻ, അമ്മ, കുഞ്ഞുങ്ങളാണ്. ഈ കേസിൽ വലിയ കുഞ്ഞുങ്ങൾ, വലിയ ഓഫ്സ്പ്രിങ്സ് ഫാമിലി തന്നെ സ്റ്റേ ബാക്ക് ചെയ്യും. കാരണം എന്താ? അവരുടെ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഇളയ സിബ്ലിങ്സിനെ എന്താണ് വളർത്തിക്കൊണ്ട് വരാനായിട്ട്, അവരൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാ സിബ്ലിങ്സ് നമ്മുടെ ഫാമിലി തന്നെ സ്റ്റേ ബാക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലയൺ, എലിഫന്റ് ആൻഡ് വുൾഫ് ആണ് അല്ലേ? ആണ്. അതെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹെറീംസ് എന്ന് പറയുന്നതാണ് അടുത്ത്. ഹരീംസ് ആണെന്ന് വിശ്വാസം. ഹരീംസ്. ഓക്കെ. ഹരീം അതാണ് നെക്സ്റ്റ്. ഹരീം ആണ് നെക്സ്റ്റ്. ഓക്കെ. ഹരീം.
ഓക്കെ, ഹരീംസ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ആനിമൽ സൊസൈറ്റി, ടൈപ്പ് ഓഫ് ആനിമൽ സൊസൈറ്റി, ഹരീംസ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ആകെ കൂടെ പഠിക്കാനുള്ളത് ഇതൊക്കെ പറയാം. അതിന്റെ സെക്കൻഡ് ടോപ്പിക്കാണ്, 4 ടോപ്പിക്കേ ഉള്ളൂ. അതിന്റെ സെക്കൻഡ് ടോപ്പിക്ക് നമ്മളിപ്പം തീരാറാവാറൊക്കെ ആയി. എന്നാലും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, harems എന്ന് വെച്ചാൽ harem society involves one male living with and protecting a group of females and their offspring. harems എന്ന് വെച്ചാൽ എന്തുവാണ്, ആ ഗ്രൂപ്പില് one male is living with a group of females, a group of living with താമസിക്കുക മാത്രമല്ല അവരെ പ്രൊട്ടക്റ്റും ചെയ്യും. living with and protecting a group of females and അവരുടെ കുഞ്ഞുങ്ങൾ and their offsprings. the mate with the females in the group. ആ മെയിൽ എന്താ ചെയ്യുന്നത്, അവരെ അവിടെ താമസിക്കുകയും പ്രൊട്ടക്ട് മാത്രമല്ല ആ മെയിൽ ആ ഗ്രൂപ്പിലുള്ള ഫീമെയിൽസുമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദസ് എൻഷുവേഴ്സ് ജെനറ്റിക് കോൺട്രിബ്യൂഷൻ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അങ്ങനെ ജെനറ്റിക് കോൺട്രിബ്യൂഷൻ, അയാളുടെ ജെനറ്റിക് കോൺട്രിബ്യൂഷൻ പാസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് എൻഷുർ ചെയ്യാറുണ്ട്. അതാണ് ഹെറീംസ് എന്ന് പറയുന്നത്. ഹെറീംസ് എന്ന് പറയുന്നത് ആനിമൽ സൊസൈറ്റി. എക്സാമ്പിൾ gorillas and sea lions. എക്സാമ്പിൾ ഏതാണ്, gorillas and sea lion. gorillas and sea lion. sea lion, yes. Yeah. Okay, now you can see it. Perfect. Okay. Yes. മെട്രിയാർക്കിയൽ സൊസൈറ്റി. അടുത്തെന്ന് വെച്ചാൽ അതാണ് മെട്രിയാർക്കിയൽ സൊസൈറ്റി എന്നാണ് അടുത്തതിന് പറയുന്നത്. മെട്രിയാർക്കിയൽ സൊസൈറ്റി എന്ന് വെച്ചാൽ ഇൻ മെട്രിയാർക്കിയൽ സൊസൈറ്റീസ് സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആർ സെന്റേർഡ് ഓൺ ഫീമെയിൽ members, often the oldest and most experienced female leading the group. Example, elephants, where the matriarchal leads the herds and make decisions about the movement and the resources. Yes, matriarchal എന്ന് വെച്ചാൽ females lead ചെയ്യുന്ന group. A matriarchal society, social organizations are led by a female, often the oldest centered social organization and leadership are centered on female members, often the oldest and most experienced female leads the group. Example, elephant the matriarch leads the herd and decides decides about the movement, എങ്ങോട്ട് പോകണം, movement and resources. പിന്നെ ഹൈറാർക്കിയൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. ഹൈറാർക്കിയൽ സൊസൈറ്റി എന്ന് വെച്ചാൽ സോഷ്യൽ റാങ്ക്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. ഹൈറാർക്കിയൽ സൊസൈറ്റി എന്ന് വെച്ചാൽ സോഷ്യൽ റാങ്ക്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഇത് established with leading establishment of social individuals leading subordinate ones. Dominant social ranks are established. Social ranks എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് with the dominant individuals leading the subordinate ones. ടോപ്പില് dominant ones വരും, താഴെ subordinate ones വരും. Some species of some birds and mammals, അതൊക്കെ തന്നെ മതി. വുൾഫ്, പ്രൈമേറ്റ്സ് ലൈക്ക് മക്കാക്കൂസ് ഒക്കെ, ബാബൂൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഹൈറാർക്കിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. ചെറിയ ഫോം, ഇതിന്റെ വലിയ ഫോം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ
ഇന്ത്യയൊക്കെ ചെറിയ ചെറിയ ഫോം ഒക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എല്ലാത്തിൻ്റെ ഒന്നും ഇല്ല, കുറേയൊക്കെ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. Hierarchical society, these animals have a clear dominant hierarchy. They have a hierarchical society, there is a clear dominant hierarchy. Dominant ആയാലും നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. With the dominant individuals having prior access to, അപ്പൊ ഇവിടെ എന്തോ prior access, ഏറ്റവും ആദ്യമേ access to resources and meeting opportunities എല്ലാം വരുന്ന ആർക്കാണ്? ആ ഡോമിനന്റ് മെമ്പറിനാണ്. Hierarchies can be linear or more complex with multi rank. Linear ആകാം, ഭയങ്കര കോംപ്ലെക്സ് ആകാം, മൾട്ടി റാങ്ക്സും കാണാം, പല പല റാങ്കിങ്സും കാണാം. എക്സാമ്പിൾ വുൾഫ് കാണാം, പ്രൈമേറ്റ്സ് കാണാം, ഇതൊക്കെ കാണാം. ഓക്കെ, ഏതാണത്? യുഗാലിറ്റേറിയൻ എന്ന് വെച്ചാൽ യുഗാലിറ്റേറിയൻ ഓൾ മെമ്പേഴ്സ് ആർ ഗിവൻ എന്താണ് ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഷെയർസ് കോമൺ റിസോഴ്സസ് എന്നാണ് നമ്മൾ സ്മോൾ ആയിട്ട് പറയുവാണെങ്കിൽ പറയുന്നത് യുഗാലിറ്റേറിയനിൽ. എന്ന് വെച്ചാൽ എല്ലാ മെമ്പേഴ്സും, അവിടെ ആരും ഡോമിനന്റ് ആയിട്ടോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും ഏകദേശം ഒരേ സ്റ്റാറ്റസിലാണ്. ഒരു റിസോഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കോമൺ പബ്ലിക് സാധനം പോലെ എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതാണ് ബേസിക്കലി യുഗാലിറ്റേറിയൻ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. യുഗാലിറ്റേറിയൻ ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പറയാം. യുഗാലിറ്റേറിയൻ സൊസൈറ്റീസ് there is a little to no hierarchy. ഞാൻ പറഞ്ഞതുപോലെ അവിടെ വലിയ ഹയറാർക്കി ഒന്നുമില്ല. And individuals have a relatively equal status and access to resources. അവർക്ക് ഏകദേശം ഈക്വൽ സ്റ്റാറ്റസും റിസോഴ്സസും ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ട്. സൊസൈറ്റീസ് ഓഫൻ റിലേ ഓൺ കോപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ എയ്ഡ്. ഈ സൊസൈറ്റി മോസ്റ്റ്ലി എന്തിലാണ് അഭയം പ്രാപിച്ചേക്കുന്നത്? കോപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ എയ്ഡിലാണ് നമ്മുടെ യുഗാലിറ്റേറിയൻ സൊസൈറ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ സം സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആൻഡ് മാമൽസ്, പ്രൈമേറ്റ്സ്, ഇതൊക്കെ തന്നെ മറ്റേ അടുത്ത് വന്ന് ഹൈറാർക്കിയിൽ വന്ന് അതേ സാധനങ്ങളൊക്കെ തന്നെ യുഗാലിറ്റേറിയനിലും വരും. വുൾഫ് ഇല്ലാന്നേ ഉള്ളൂ. ഓക്കെ, പ്രൈമേറ്റ്സിന്റെ ബാബു അല്ല, മക്കാക്കാസ് വരും. മറ്റേ അടുത്ത് ബാബൂൻസ് ആയിരുന്നു, ഇവിടെ ബൊനോബ്സ് അങ്ങനെ എന്തോ ആണ്. ബബൂൺസ് അത് വരുന്ന ഹൈറാർക്കിയിലാണ്. പിന്നെ വരുന്നത് ബൊനോബോസ് എന്ന് പറയുന്നത് നോക്കട്ടെ, ബൊനോബോസ് എന്നൊക്കെ പറഞ്ഞാൽ മതി, വലിയ നിർബന്ധമൊന്നുമില്ല മാറ്റി പറയണമെന്ന്. ബൊനോബോസ് ഓക്കെ, അവര് വരുന്നത് യുഗാലിറ്റേറിയൻസിലാണ്. എക്സാമ്പിൾ അതൊക്കെ തന്നെ. ഫിഷൻ ആൻഡ് ഫ്യൂഷനിൽ എന്തുവാണ് സംഭവിക്കുന്നത്? ഇവര് they are a group of animals that split and merge on response to the food availability. ഇവരെന്തോ ചെയ്യുന്നത്? ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആണ്. അവര് മേജർലി സ്പ്ലിറ്റ് ചെയ്യും, മെർജ് ആവും. സ്പ്ലിറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ ഡിവൈഡ് ആയി പോവും. മെർജ് ചെയ്യുന്ന വെച്ചാൽ ഒരുമിച്ച് വരികയൊക്കെ ചെയ്യുന്നത് ഒരു സാധനത്തിന്റെ ബേസിസിലാണ്. അതെന്തുവാണത്? അത് ഫുഡ് അവൈലബിലിറ്റി. ഫുഡ് നന്നായിട്ടുണ്ടെങ്കിൽ അവർ ഒരുമിച്ചിരിക്കും, ഫുഡ് അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ അവർ സ്പ്ലിറ്റ് ആയിട്ട് പോകും, മാത്രമേ ഉള്ളൂ. അതിനെയാണ് ഫിഷൻ ആൻഡ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് മാമൽ, പ്രൈമേറ്റ്സ് ഉണ്ട്, ഡോൾഫിൻസും ഒക്കെയും വരുന്നുണ്ട്. ഓക്കെ, ചിമ്പാൻസി, സ്പോട്ടഡ് ഹൈനസ്, ഇവരൊക്കെ വരും ഫിഷൻ ആൻഡ് ഫ്യൂഷനിൽ. അപ്പൊ ഇവരെന്തുവാ ഇവിടെ കുറച്ചും കൂടെ നന്നായിട്ട് എഴുതിയിട്ടുള്ളത്? അതെന്തുവാന്ന് കൂടെ ഞാൻ വായിക്കാം.
Fission and fusion societies. In fission and fusion societies, size as well as group compositions changes frequently as the individual leaves or join the groups leaves or join different subgroups. ഞാൻ പറഞ്ഞതുപോലെ അവർ ലീവ് ചെയ്യും, ഡിഫറെന്റ് സബ് ഗ്രൂപ്പ്സ് ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യും. ഫോർ ഇൻസ്റ്റൻസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് കം ടുഗദർ അറ്റ് നൈറ്റ് ടു സ്ലീപ്പ് ഫ്യൂഷൻ ആൻഡ് ഡിസ്പേഴ്സ് ഇൻടു സ്മോൾ ഗ്രൂപ്പ്സ് ഡ്യൂറിങ് ഫീഡിങ്. അത് എന്താണ് ഫിഷൻ. അവർ ഉറങ്ങാൻ നേരം ഒരുമിച്ച് വരും. ഫ്യൂഷൻ ആൻഡ് ഭക്ഷണം കഴിക്കാൻ നേരം അവർ സ്പ്ലിറ്റ് ആയിട്ട് പോവും. എന്താണ് ഫിഷൻ. മറ്റേത് ഉറങ്ങാൻ നേരം ഒരുമിച്ച് വരുമ്പോൾ ഫ്യൂഷൻ, മറ്റേത് ഫിഷൻ. ദിസ് ഡൈനാമിക് സോഷ്യൽ സ്ട്രക്ചർ ഷോസ് ഫ്ലെക്സിബിലിറ്റി ഇൻ റെസ്പോൺസ് ടു എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, റിസോഴ്സ് അവൈലബിലിറ്റി, ഫുഡ് അവൈലബിലിറ്റി. ഫുഡ് മുഖ്യന്ത. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഇവര് ഡിവൈഡും സ്പ്ലിറ്റും ഒക്കെ ചെയ്യുന്നത്. അതാണ് ഫിഷൻ ഫ്യൂഷൻ സൊസൈറ്റി എന്ന് ബേസിക്കലി നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ ഏതാണ്? ചിമ്പാൻസീസ് ഉണ്ട്, സ്പോട്ടഡ് ഹൈനാസ് ഉണ്ട്, ഡോൾഫിൻസ് ഉണ്ട്, ഇവരൊക്കെ തന്നെ. അടുത്തെന്ന് പറയുന്നത് സെക്കൻഡ് ലാസ്റ്റ് ഗ്രൂപ്പ് ആണ് നമുക്ക് പഠിക്കാനുള്ള. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് ടോപ്പിക് കഴിയും. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ലിവിംഗ് ഒക്കെയാണ് പഠിക്കാനുള്ള. ഗ്രൂപ്പ് ലിവിംഗും പിന്നെ ആനിമൽ ആർക്കിടെക്ചർ. ഗ്രൂപ്പ് ലിവിംഗ്, ആനിമൽ ആർക്കിടെക്ചർ ഒക്കെ വെരി സിമ്പിൾ സാധനം. Okay, chapter guys. Okay, yes. Cooperative breed society. Cooperative breed society in these societies, individuals other than parents also help in raising the young ones. Cooperative breed society. Our cooperative breed society, family societies family groups തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവരുടെ പാരന്റ്സിനെ സഹായിക്കുന്നത് ആരാ? അവിടുത്തെ മുതിർന്ന പിള്ളേർ തന്നെയാണ്. ഇവിടെ കോപ്പറേറ്റീവിൽ അങ്ങനെയല്ല, അവരെ പാരന്റ്സിനെ സഹായിക്കുന്ന വേറെ ഏതോ ആൾക്കാരാണ്. കോപ്പറേറ്റീവ് ബ്രീഡിംഗ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ബ്രീഡിംഗ് സൊസൈറ്റീസിൽ വരുന്നതാണ്. In these societies, the individuals other than the parents also help in raising the young ones. ഇവിടെ എന്താണ്? The individuals other than the parents അല്ലാത്തവരെ എന്താണ് ഹെൽപ്പ് ചെയ്യും. ആ യങ് വൺസിനെ റൈസ് ചെയ്യണം. ഹെൽപ്പേഴ്സ് ആർ ഓഫൻ ഓൾഡർ ഓഫ് സ്പ്രിങ്സ് ഓർ റിലേറ്റീവ്സ്. മറ്റേ അടുത്ത് ഫാമിലിയിലെ ഓൾഡർ ഓഫ് സ്പ്രിങ്സ് തന്നെയായിരുന്നു. ഇവിടെ ഒന്നുകിൽ ഓൾഡർ ഓഫ് സ്പ്രിങ്സ് ആകാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആവാം, ഹു അസിസ്റ്റ് ഇൻ റൈസിംഗ് റെയറിംഗ് സിബ്ലിങ്സ് ഓർ കസിൻസ്. സിബ്ലിങ്സ് ഓർ കസിൻസിനെ വളർത്താനായിട്ട് സഹായിക്കും. മറ്റേത് പ്യോർലി എൽഡർ ആയിട്ടുള്ള സിബ്ലിങ്സ് മാത്രമാണ്. ഇവിടെ അങ്ങനെയല്ല. കോപ്പറേറ്റീവ് ബ്രീഡിംഗ് സൊസൈറ്റിയിൽ ഇൻ ദീസ് സൊസൈറ്റീസ് ദ ഇൻഡിവിജ്വൽസ് അതർ ദാൻ പാരന്റ്സ് help in raising the offsprings. പാരന്റ്സ് അല്ലാത്തവരെ ഹെൽപ്പ് ചെയ്യും. ദീസ് ഹെൽപ്പേഴ്സ് ആർ ഓഫൻ. ആരാണ് ഈ ഹെൽപ്പേഴ്സ്? മേജർലി ഓൾഡർ സിബ്ലിങ്സ്. ഒന്നെങ്കിൽ ഓൾഡർ സിബ്ലിങ്സ് ആകാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആകാം. ഹു ഹെൽപ്പ് ഇൻ റൈസിംഗ് ദ സിബ്ലിങ്സ് ഓർ കസിൻസ്. ഒന്നെങ്കിൽ അവരുടെ കസിൻസിനെ വളർത്താൻ സഹായിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്വന്തം അനിയനോ അനിയത്തിയോ വളർത്താൻ, സിബ്ലിങ്സിനെ വളർത്താൻ സഹായിക്കുന്നവരായിരിക്കും. ഓക്കെ, യെസ്. African wild dogs ഉണ്ട്. Some species of birds like Florida scrub jay എന്നൊക്കെ പറയുന്നതും മെർക്കാറ്റ്സും ഒക്കെ ഉണ്ട്. മെർക്കാറ്റ്സും ഇവരൊക്കെ വരുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ്. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ ടൈപ്സ് ഓഫ് ആനിമൽ സൊസൈറ്റിയിൽ അവസാനത്തത് യു സോഷ്യൽ ഗ്രൂപ്പ്സിൽ വരുന്നതാണ് നമ്മുടെ ബീസ്, ഹണി ബീസ്, ടെർമൈറ്റ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ കുറെ. ഇവരെന്ത് പറയുക? ഇവർ വളരെ അൾട്യൂറിസം കാണിക്കുന്നതും ഭയങ്കര സോഷ്യൽ ഓർഗനൈസേഷൻ, ഹൈ ലെവൽ ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ, കോപ്പറേഷൻ ആൻഡ് അൾട്യൂറിസം എന്ന് വെച്ചാൽ അൾട്യൂറിസം ഭയങ്കര സാക്രിഫൈസും അതും ഇതൊക്കെ കാണിക്കുന്ന ടൈപ്പ് ഓഫ് ആനിമൽ സൊസൈറ്റീസിനെ പറയുന്ന പേരാണ് യു സോഷ്യൽ. എക്സാമ്പിൾ ഹണി ബീസ് ഓർ ടെർമൈറ്റ്സ് എന്നാണ് യു സോഷ്യലിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നത്. ഓക്കെ, altruism. The fact
the fact of caring about the needs and happiness of other people more than yours. അത് തന്നെ സാക്രിഫൈസ്. ബാക്കിയുള്ളവരുടെ എന്താണ് സന്തോഷത്തിനെ പറ്റി എന്താണ് ഭയങ്കരമായിട്ട് നിങ്ങൾ കെയർ ചെയ്യുന്നു ആസ് കമ്പയർ ടു നിങ്ങളുടെ സന്തോഷത്തിനേക്കാളും നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വില കൊടുക്കുന്നെങ്കിൽ അത് അൾട്യൂറിസമാണ് ഗൈസ്. അത് അൾട്യൂറിസമാണ്. ആ അൾട്യൂറിസം കാണിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആണ് യു സോഷ്യൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ആൾക്കാർ. ഓക്കെ, യെസ്. You social societies represent the most complex form of and social organization characterized by cooperative brood care. അവർ കാണിക്കുന്നുണ്ട്. യു സോഷ്യൽ ആൾക്കാരുടെ പ്രത്യേകതയാണ് കോപ്പറേറ്റീവ് ബ്രൂഡ് കെയർ, ഓവർലാപ്പിംഗ് ജനറേഷൻസ് വിത്തിൻ എ കോളനി, and division of labors into reproductive and non-reproductive groups. It was first formally described in ants by Whaler in 1928. 1928 വെയിലർ ആണ് ഇതിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്, ഡിസ്ക്രൈബ് ചെയ്തത്, പറഞ്ഞത്. അതെന്തുവാണ് ഡിസ്ക്രൈബ് ചെയ്തത്? ആന്റിലായിരുന്നു. ആന്റ് കോളനിയെ കണ്ടിട്ടായിരുന്നു. ആരായിരുന്നു? വെയിലറായിരുന്നു. എന്നായിരുന്നു? 1928 ആയിരുന്നു. 1928. ഓക്കെ. അപ്പൊ ഈ യു സോഷ്യൽ സൊസൈറ്റീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഏതായിരിക്കും? ഡിവിഷൻ ഓഫ് ലേബറും പിന്നെ കോപ്പറേറ്റീവ് ബ്രൂഡ് കെയറും ഡിവിഷൻ ഓഫ് ലേബർ ഇൻറ്റു റീപ്രൊഡക്റ്റീവ് ആൻഡ് നോൺ റീപ്രൊഡക്റ്റീവ് കാസ്റ്റ്. ഓക്കെ. എക്സാമ്പിൾ ആൻഡ് ബീസ്, ടെർമൈറ്റ്സ് ആൻഡ് സം സ്പീഷീസ് ഓഫ് എന്താണ് ഷ്രിമ്പിന്റെ ഉണ്ട്. ഓക്കെ. ഇനി അടുത്തെന്ന് വെച്ചാ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രൂപ്പ് ലിവിംഗ് ആണ്. ഇനിയിപ്പം നമ്മൾ പറയാൻ പോകുന്ന ഗ്രൂപ്പ് ലിവിങ്ങിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയാണ്. ഗ്രൂപ്പ് ലിവിങ്ങിനെ പറ്റി പറയാൻ നേരം നമ്മൾ ഒരു തിയറിയെ പറ്റി പറഞ്ഞു. അത് ഏത് തിയറിയാണ് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സോഷ്യാലിറ്റി തിയറി ആയിരുന്നു. അത് പറയുന്നത് എന്തുവായിരുന്നു? ഗ്രൂപ്പ് ലിവിങ് ഇവോൾവ് വെനെവർ. ഗ്രൂപ്പ് ലിവിങ് ഇസ് ഇവോൾവ് വെനെവർ. എപ്പോഴാണ് ഗ്രൂപ്പ് ലിവിങ് ഇവോൾവ് ചെയ്യുന്നത്? വെനെവർ ഇത് എന്താണ് ഇൻഡിവിജ്വൽസ് ഗെയിൻ എന്താണ് നെറ്റ് ഫിറ്റ്നസ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആ ഫോഴ്സ്ഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. ആ സമയത്താണ് ഗ്രൂപ്പ് ലിവിങ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനിയിപ്പം നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രൂപ്പ് ലിവിങ്ങിലോട്ട് കടക്കാം. ഓക്കെ. എൻഹാൻസ്ഡ് ആക്സസ് ടു റിസോഴ്സസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് ആക്സസ് ടു റിസോഴ്സസ് ആണ്. എൻഹാൻസ്ഡ് ആക്സസ് ടു റിസോഴ്സസ് ആണ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രൂപ്പ് ലിവിംഗിൽ ഫസ്റ്റ് വരുന്നത്. എന്താണ് എൻഹാൻസ്ഡ് ആക്സസ് ടു റിസോഴ്സസ്? സെക്കൻഡ് എന്ന് വെച്ചാൽ ഡിക്രീസ്ഡ് പ്രിഡേഷൻ റിസ്ക്. എന്നു വെച്ചാൽ എനർജി കൺസർവേഷൻ ആണ്. പിന്നെ സോഷ്യൽ ഇമ്മ്യൂണിറ്റി. ഇത് ഇത്രയാണ് നമ്മുടെ ഗ്രൂപ്പ് ലിവിംഗിൽ താമസിക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി ഗ്രൂപ്പ് ലിവിംഗിന്റെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അത് വേറെയാണ്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് ലിവിംഗ് കഴിയും.
ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ പ്ലസ് ഡിസഡ്വാൻറ്റേജസ് കുറച്ചുണ്ട്. അതും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൂന്നാമത്തെ ടോപ്പിക് കഴിയും. പിന്നെ നമുക്ക് ആകെ കൂടെ ബാക്കിയുള്ളത് നെസ്റ്റ് ബിൽഡിംഗ് എന്തിനാണ് ആനിമൽസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ബേസിക്കലി അവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രീഡിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട്. ഇപ്പം ബീവർ ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ ബ്രീഡിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ കൂടെ പണിയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളത്. ഞാൻ വരും, നമ്മൾ വരുന്നതാണ് ആ ഭാഗത്തോട്ട്. നമുക്ക് തുടങ്ങാം. Benefits of group living. Benefits of group living. Enhanced access to resources. First എന്ന് പറയുന്നത് enhanced access to resources ആണ്. Enhanced access to resources എന്ന് വെച്ചാൽ one of the main benefits is that sociality improves access. Sociality improves access to vital resources including meat, food, breeding areas and shelter. എന്തൊക്കെയാണ്? Meat, food, breeding area and shelter. Okay. One of the main benefits of benefits is that sociality improves. One of the main benefits എന്ന് പറയുന്ന sociality എന്ത് ചെയ്യുന്നത്? Improve ചെയ്യും the access to meats. എന്ന് വെച്ചാൽ ഇണയോടുള്ള ആക്സസ് പെട്ടെന്ന് കണ്ടുപിടിക്കാം, ഗ്രൂപ്പിലുള്ളപ്പോരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. പിന്നെ എന്താണ് വൈറ്റൽ വൈറ്റൽ ആയിട്ടുള്ള റിസോഴ്സസ്, ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ലൈക്ക് ഫുഡ് ഇല്ലാത്ത കാര്യമുണ്ടോ? അപ്പം കുറച്ച് ഫുഡ് നമ്മളൊരു ഗ്രൂപ്പിൽ കോപ്പറേറ്റീവ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവരുടെ ഫുഡ് കളക്റ്റീവ് ആയിട്ട് വരും. എന്താണ് ഇപ്പൊ ഹണി ബീസ്, അപ്പൊ ഹണി ബീസിന് നമ്മുടെ ഫീമെയിൽ ഹണി ബീസിന് എന്തുവാണ് അവർക്ക് റോയൽ ജെലി ഭക്ഷണം കൊടുക്കണം. അവരെല്ലാം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വർക്കർ ബീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അവരെന്തോ ചെയ്യും, അവര് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വന്നേക്കുന്ന ഫുഡിനെയാണ് നമുക്ക് ഫീമെയിൽസിന് കൊടുക്കുന്നത്, ഡ്രോൺസിന് കൊടുക്കുന്നത്. അപ്പൊ അത് അവർക്ക് ആ ഗ്രൂപ്പിലുള്ളത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഗ്രൂപ്പിലല്ലാതെ എന്താണ് ക്യൂൺ മാത്രം ഒറ്റയ്ക്കായി പോയെങ്കിൽ അതെന്തോ ചെയ്തതിന്, അത് പട്ടിണി ഒന്നും ചത്തുപോകത്തില്ലേ. അതാണ്. അപ്പം the main benefit എന്ന് വെച്ചാൽ sociality improves access to vital resources such as meat, food, breeding area. അവർക്കൊരു ബ്രീഡിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യും, ഒരു ഷെൽട്ടർ, ഒരു തണലും ഉണ്ട്. ഫസ്റ്റ് ഫുഡ് അല്ല മീറ്റിംഗ്, ഫുഡ്, ബ്രീഡിംഗ് ഏരിയ ആൻഡ് ഷെൽട്ടർ. ഇത്രയും സാധനം അവര് കൊടുക്കും. ഓക്കെ, യെസ്. ആൻഡ് ദെൻ കമ്മിങ് ടു ഡിക്രീസ് പ്രിഡേഷൻ റിസ്ക്. ഡിക്രീസ് ആയിട്ടുള്ള പ്രിഡേഷൻ റിസ്കുകളെ പറ്റിയിട്ടും പറയാം. അടുത്തെന്ന് വെച്ചാൽ ഡിക്രീസ് പ്രിഡേഷൻ റിസ്ക്.
Decreased predation risk എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ലിവിംഗ് reduces predation. ഗ്രൂപ്പ് ലിവിംഗ് എന്താ ചെയ്യുന്നത്? റിഡ്യൂസ് ചെയ്യുന്നു. ഗ്രൂപ്പ് ലിവിംഗ് reduces predation by enhanced ability to detect predators. Many eye effects, collective um, vigilance. Collective vigilance helps animals to spend more time feeding at a reduced risk of attack. Through confusing predators, dilution effect, confusing predators and increased group defense to protect themselves and the young ones. അപ്പോൾ ഈ predation risk കുറയ്ക്കും. എങ്ങനെയാണ്? ഫസ്റ്റ് ഒരെണ്ണം എന്ന് വെച്ചാൽ വിജിലൻസ്. അവര് കളക്ടീവ് വിജിലൻസ്, ഒരാൾ മാത്രമല്ല അലേർട്ട് ആയിട്ടിരിക്കുന്നത്, പല ആൾക്കാർ അലേർട്ട് ആയിട്ടിരിക്കുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആനിമൽസിന് മോർ സമയം ഫീഡിങ്ങിൽ, എന്താണ് ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ടു റിഡ്യൂസ് helps animals to spend more time feeding at a reduced risk of attack. Collective vigilance കാരണം അവർക്ക് ആ കളക്റ്റീവ് വിജിലൻസ് എന്ന് പറഞ്ഞ സംഭവം അവർ ഗ്രൂപ്പ് ലിവിങ്ങിലൂടെ കാണിക്കുമ്പോൾ എന്താണ് അവർക്ക് ഒന്ന് മനസ്സമാധാനത്തിൽ ഇന്ന് തിന്നാനൊക്കെ പറ്റും. എന്താണ് എന്താണ് അറ്റ് എ റിഡ്യൂസ്ഡ് റിസ്ക്. പിന്നെ കൺഫ്യൂസിങ് പ്രെഡേറ്റേഴ്സ്, അവർ കൺഫ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി വെക്കും. കൺഫ്യൂസിങ് പ്രെഡേറ്റേഴ്സ്, അതിന്റെ പറയുന്ന പേരാണ് ഡൈല്യൂഷൻ എഫക്റ്റ് എന്ന്. പിന്നെ എന്താണ് എൻഹാൻസ്ഡ് എബിലിറ്റി ടു ഡിറ്റക്ട് പ്രൊഡക്റ്റേഴ്സ്. കുറെ ആൾക്കാരുണ്ടല്ലോ, അപ്പം ഏതെങ്കിലും ഒന്നിന്റെ കണ്ണിൽ പറ്റില്ലെങ്കിൽ മറ്റേന്റെ കണ്ണിലെങ്കിലും പെടുമല്ലോ. അതുകൊണ്ട് എൻഹാൻസ്ഡ് എബിലിറ്റി ടു ഡിറ്റക്ട് പ്രൊഡക്റ്റേഴ്സ്, മെനി ഐ എഫക്ട്. അതിന് എൻഹാൻസ്ഡ് എഫക്ട് പല പല പേരുണ്ട്. എൻഹാൻസ്ഡ് എബിലിറ്റി ടു ഡിറ്റക്ട് പ്രൊഡക്റ്റേഴ്സിനെ പറയുന്ന മെനി ഐ എഫക്ട് എന്ന. മെനി ഐ എഫക്ട് കൺഫ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്ന് വെച്ചാൽ ഡൈല്യൂഷൻ എഫക്ട് എന്നാണ് പറയുന്നത്. പിന്നെ വിജിലൻസ്, കളക്റ്റീവ് വിജിലൻസ് അവർ കാണിക്കും. അതുകൊണ്ട് അവർക്ക് തിന്നാനൊക്കെ സമാധാനം പറ്റും. ഓക്കെ. ഇൻക്രീസ്ഡ് ഗ്രൂപ്പ് ഡിഫൻസ്. ഇത്ര ആൾക്കാരുണ്ടല്ലോ, ഗ്രൂപ്പ് ഡിഫൻസ് ഇൻക്രീസ് ചെയ്യും ടു പ്രൊട്ടക്ട് ദംസെൽഫ്. അവരുടെ ഗ്രൂപ്പ് ഡിഫൻസ് ഇൻക്രീസ് ചെയ്യും ടു പ്രൊട്ടക്ട് യങ് വൺസ് ആൻഡ് ദംസെൽഫ് ആൻഡ് യങ് വൺസിനെ അവർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഓക്കെ. അടുത്തെന്ന് വെച്ചാൽ എനർജി കൺസർവേഷൻ ആണ്. എനർജി കൺസർവേഷൻ So yes, അടുത്തെന്ന് വെച്ചാൽ എനർജി കൺസർവേഷൻ. ഇൻഡിവിജ്വൽസ് ഇൻ ദ ഗ്രൂപ്പ് ഹാവ് ബെറ്റർ ഹീറ്റ് കൺസർവേഷൻ. അവർ ബെറ്റർ ആയിട്ട് ഹീറ്റ് കൺസർവേഷൻ ചെയ്യും ത്രൂ എന്താണ് ഹഡ്ലിംഗ് എന്ന് വെച്ച പ്രോസസ്സ്. ഹഡ്ലിംഗ് എന്ന് വെച്ചാൽ ക്രൗഡിങ് ടുഗെദർ. ഹഡ്ലിംഗ് എന്ന് വെച്ചാൽ ക്രൗഡിങ് ടുഗെദർ. ഹഡ്ലിംഗ് എന്ന് വെച്ചാൽ ക്രൗഡിങ് ടുഗെദർ. അത് കാരണം അവരുടെ ഹീറ്റ് കൺസർവേഷൻ നന്നായിട്ട് കൺസേർവ് ചെയ്ത് അവർക്ക് വെക്കാൻ പറ്റും. ആൻഡ് ലോവർ എനർജി എക്സ്പെൻഡിച്ചർ ആണ്. കമ്പാരിറ്റീവ്ലി ലോവർ എനർജി മതി അവർക്ക് ഫോർ ലോക്കോമോഷൻ ആൻഡ് ഓൾ. ഓക്കെ. യെസ്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, പക്ഷെ അതങ്ങനെയാണ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇംപ്രൂവ്ഡ് മീറ്റിംഗ് പോസിബിലിറ്റീസ്. എന്ന് വെച്ചാൽ ഇംപ്രൂവ്ഡ് മീറ്റിംഗ് പോസിബിലിറ്റീസ് ഉണ്ട്. സെക്കൻഡ് അടുത്തെന്ന് വെച്ചാൽ ഇംപ്രൂവ്ഡ് മീറ്റിംഗ് പോസിബിലിറ്റി. മീറ്റിംഗ് പോസിബിലിറ്റീസ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ആൻഡ് സോഷ്യൽ ഇമ്മ്യൂണിറ്റി എക്സെപ്ഷണൽ കപ്പാസിറ്റി ടു ബിൽഡ് ഗ്രൂപ്പ് ഡിഫൻസ്. എന്താണ് എക്സെപ്ഷണൽ കപ്പാസിറ്റി ടു ബിൽഡ് ഗ്രൂപ്പ് ഡിഫൻസ് അഗേൻസ്റ്റ് പാരസൈറ്റ്സ്, എസ്പെഷ്യലി ത്രൂ allo grooming by incorporating antimicrobial substance during the nest building and removing corpse from the nest. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ ഇമ്മ്യൂണിറ്റി ആണ്. വെയിറ്റ്, allo grooming എന്ത് വരുന്നത് ഞാൻ പറയും, ഇപ്പം പറയാം. To clean and maintain the appearance of an individual of same species. എന്താണ്
Means of overcoming. But allo grooming എന്ന് വെച്ചാൽ എന്താ, ടു ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻ ദ അപ്പിയറൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓഫ് സെയിം സ്പീഷീസ് വരുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ അപ്പിയറൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ക്ലീനും മെയിൻറ്റെയിനും ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫീമെയിൽ എന്താണ് റെസിസ് മങ്കി എന്തോ ചെയ്യുന്നത്, ഓൾവേസ് അലോഗ്രൂം ദ മെയിൻ ആസ് എ മീൻസ് ഓഫ് ഓവർകമ്മിങ് ഹിസ് അഗ്രഷൻ. അതിന്റെ അഗ്രഷൻ കുറയ്ക്കാനായിട്ട് ആ ഫീമെയിൽ എന്തോ ചെയ്യും, എപ്പോഴും ഇതിനെ ക്ലീൻ ആക്കി വെക്കാനായിട്ട് നോക്കും. അതാണ് ഒരു കൈൻഡ് ഓഫ് അലോ ഗ്രൂമിങ് എന്ന് പറയുന്നത്. അത് സോഷ്യൽ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന സംഭവമാണ്. സോഷ്യൽ ഇമ്മ്യൂണിറ്റിയിൽ എങ്ങനെ വരുന്നത്, ആൻ എക്സെപ്ഷണൽ കപ്പാസിറ്റി ടു ബിൽഡ് ഡിഫൻസ്. സോഷ്യൽ ഇമ്മ്യൂണിറ്റി ഇറ്റ്സ് an exceptional capacity to build group defense against എന്തിന്റെയാ, against parasites. എങ്ങനെയാണ് അവർ പാരസൈറ്റ്സിൽ നിന്ന് ഡിഫൻസ് ഉണ്ടാക്കുന്നത്, ബൈ എന്താണ് എസ്പെഷ്യലി ത്രൂ, ഫസ്റ്റ് എന്ന് വെച്ചാൽ ക്ലീൻ ആയിട്ട് വെക്കുക, അവരെയും ക്ലീൻ ആയിട്ട് വെക്കുക, ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെയും ക്ലീൻ ആയിട്ട് വെക്കുക. അലോ ഗ്രൂപ്പിംഗ് ബൈ ഇൻകോപ്പറേറ്റിംഗ്, അലോ ഗ്രൂപ്പിംഗ് കഴിഞ്ഞ ആൻഡ് ബൈ ഇൻകോപ്പറേറ്റിംഗ് ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ്, മൈക്രോബിന് അഗൻസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഇൻക്ലൂഡ് ചെയ്യും ഡ്യൂറിങ് നെസ്റ്റ് ബിൽഡിംഗ് ആൻഡ് റിമൂവിങ് കോബ്സ്. മരിച്ച ശരീരങ്ങളിൽ തന്നെ കോബ്സ് എന്ന് പറയുന്നത്, അതിനെ അവരെ എന്താ കൂട്ടി തന്നെ വെച്ചുകൊണ്ടിരിക്കില്ല, അവരതിനെ അപ്പം തന്നെ മാറ്റും. ഓക്കെ, എന്താണ് കാരണം എന്തോ അത് ഡീഗ്രേഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറെ മൈക്രോബ്സ് അവിടെ ഉണ്ടാവും, സ്മെല്ലുണ്ടാവും, ഓർഡർ മാറും, അങ്ങനെയൊക്കെ പറഞ്ഞ് ആയതുകൊണ്ട് അവരെന്തോ ചെയ്യും, അപ്പം തന്നെ അവർ ആ കൂട്ടി നിന്ന് അവരെ മാറ്റും. ഓക്കെ, യെസ്, അതാണ് സോഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോഷ്യൽ ഇമ്മ്യൂണിറ്റി an exceptional capacity to build defense against parasites especially through allo grooming. പിന്നെ വരുന്നത് incorporating antimicrobial substances during nest building and removing corpse from the nest. ഇത്രയും സാധനങ്ങളാണ് ബെനിഫിറ്റ്സ് ഓഫ് എന്താണ് ഗ്രൂപ്പ് ലിവിംഗിൽ വരുന്നത്. എൻഹാൻസസ് റിസോഴ്സസ്, ആക്സസ് ടു റിസോഴ്സസ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് എന്ന് വെച്ചാൽ റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് പ്രിഡേഷൻ. തേർഡ് എന്ന് വെച്ചാൽ എന്താണ് എനർജി കൺസർവേഷൻ ഉണ്ട്. പിന്നെ ഇത് ഇംപ്രൂവ്ഡ് മേറ്റിംഗ് പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ സോഷ്യൽ ഇമ്മ്യൂണിറ്റിയും ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ബെനിഫിറ്റ്സ് ഓഫ് എന്താണ് നമ്മൾ പറയുന്ന ഗ്രൂപ്പ് ലിവിംഗിൽ വരുന്നത്. ഇനി ഇപ്പം ഡ്രോബാക്സ് ഓഫ് ഗ്രൂപ്പ് ലിവിംഗ് അതിൽ എന്തൊക്കെയാ വരുന്നതെന്ന് ചോദിച്ചാൽ, വെൻ ആനിമൽസ് കോൺഗ്രിഗേറ്റ് ദ കോമ്പറ്റീഷൻ, അവർ ഒരുമിച്ച് താമസിക്കുമ്പോൾ എന്തുമായിരിക്കും, കോമ്പറ്റീഷൻ ഓഫ് ഫുഡ് മേ ഇൻറ്റൻസിഫൈ ആൻഡ് ദേ ബിക്കം മോർ നോട്ടീസബിൾ ടു പ്രിഡേറ്റേഴ്സ്. എന്ത് പറ്റുന്നത്, ഗ്രൂപ്പ് ലിവിങ്ങിൽ ഫുഡ് റിസോഴ്സസിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ ഒക്കെ ഒന്ന് കൂടിയാൽ അവരുടെ ആ ഫൈറ്റ് ഉണ്ടല്ലോ പ്രിഡേറ്റേഴ്സിനെ പെട്ടെന്നായിട്ട് അട്രാക്ട് ചെയ്യും. അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അപ്പോൾ അതെങ്കിൽ അത്രയും പെട്ടെന്ന് ഡിസ്കവർ ചെയ്യത്തില്ല, ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും കാണത്തില്ലേ, അതുപോലെ എന്താ അതൊന്നാണ്. പിന്നെ ഇറ്റ് മേ ഓൾസോ റിസൾട്ട് ഇൻ അഡീഷണൽ എക്സ്പെൻസസ് ലൈക്ക് ഹയർ പാരസൈറ്റ് ലോഡ്സ്, പ്രിഡേറ്റർ അറ്റാക്ക് റേറ്റ്സ്, ഡയറക്ഷണൽ പാരന്റൽ കെയർ, ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഫോർ മീറ്റ് ആണ്. ഒരു ഗ്രൂപ്പിൽ തന്നെ കുറെ എണ്ണം ഉള്ളതുകൊണ്ട് കോമ്പറ്റീഷൻ ഫോർ മീറ്റുകൾ കുറെ കാണും. പിന്നെ എന്താണ് മിസ്ഡയറക്റ്റഡ് പാരന്റൽ കെയർ കാണും. പിന്നെ പ്രിഡേറ്റർ അറ്റാക്ക് റേറ്റ്സ്, കുറെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് പ്രിഡേറ്ററിന്റെ അറ്റാക്ക് റേറ്റ്സും കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ പാരസൈറ്റ് ലോഡ്, ഹയർ പാരസൈറ്റ്സും കാണും. കുറെ ആൾക്കാരുള്ളപ്പോൾ അവിടെയൊക്കെ പുറത്തുനിന്നും അവരൊക്കെ കൊണ്ടുവരുന്ന ഓരോരോ പാരസൈറ്റ്സ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ ഡീൽ ചെയ്യണം. അതായത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന പാരസൈറ്റ്സിനെ മാത്രം നോക്കിയാൽ അറിയുന്നത്. ഇതിപ്പം കൂട്ടിൽ ഒരു 10 ഉണ്ട്, 10 ഓരോ ദിവസം കൊണ്ടുവരും, ഓരോ മില്യൺ 2 മില്യൺ പാരസൈറ്റ്സ് ഒക്കെ. അപ്പൊ അതിനെ എല്ലാം ഡീൽ ചെയ്യണം. അത് വേറൊരു കാര്യം. ഹയർ പാരസൈറ്റ് ലോസ് ആണ്. പിന്നെ പ്രിഡേറ്റർ അറ്റാക്ക് റേറ്റ്സും കൂടുതലായി, പിന്നെ മിസ്ഡയറക്ഷണൽ പാരന്റൽ കെയർ, പിന്നെ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഫോർ മേറ്റ്സ്. ഇതൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രൂപ്പ് ലിവിംഗിൽ വരുന്നത്. അതോടെ തേർഡ് ഒബ്ജക്റ്റീവ് നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ആനിമൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇതാണ്.
Animal architects എന്തുവാണ്? Animal architects basically animals that build and construct complex structures using twigs, leaves, muds and rocks. These structures serves various purposes. ഈ ആർക്കിടെക്ട്സ് പല പല പേർപ്പസസിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഷെൽട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ കാണും, നെസ്റ്റിംഗ് ആൻഡ് ബ്രീഡിംഗ് കാണും, ഫുഡ് സ്റ്റോറേജ് ആൻഡ് ഫുഡ് ക്യാപ്ചർ കാണും, സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കാണും. പിന്നെ എന്താണ്, ഓക്കെ, പിന്നെ ഡിഫൻസ് ആൻഡ് പ്രിഡേറ്റർ അവോയ്ഡൻസ് ആണ്. ഇങ്ങനെയൊക്കെ കുറെ കുറെ സംഭവങ്ങൾ കാണും. റൈറ്റ്? യെസ്. യെസ്. സോ യെസ്, അതാണ് നമ്മുടെ ബേസിക് ആയിട്ട് ആനിമൽ ആർക്കിടെക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാനുള്ളത്. ഇതിൽ എന്തുവന്നും കൂടെ ഞാൻ വായിക്കാം. One fascinating aspect of these communities is that they build intricate structures to support and protect themselves and to nourish their young ones. They showcase amazing engineering and expertise by building nests using materials in their surrounding. The structure made by these animals serve to fill with the vital ecological roles. So they can modify the environment by affecting plant growth, soil composition, water. They can modify the environment. അവർക്ക് ആനിമൽ ആർക്കിടെക്ട്സിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും എൻവയോൺമെന്റ്. എങ്ങനെയാണ്? ബൈ എഫക്റ്റിംഗ് പ്ലാന്റ് ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നതോടെ സോയിൽ കമ്പോസിഷനെ എഫക്ട് ചെയ്യാറുണ്ട്, വാട്ടർ മൂവ്മെന്റ് ഇതിന്റെയൊക്കെ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് വാട്ടർ മൂവ്മെന്റ്, സോയിൽ കമ്പോസിഷൻ, പിന്നെ എന്താണ് എഫക്റ്റിംഗ് പ്ലാന്റ് ഗ്രോത്ത് ഇതിനെയൊക്കെ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് എൻവയോൺമെന്റിലും അവർക്ക് എൻവയോൺമെന്റിനെ മോഡിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റിയും കൂടെ ഉണ്ട്. ഓക്കെ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അങ്ങനെ ആലോചിക്കത്തില്ല പോയിന്റ്. ഓക്കെ, അപ്പൊ ഫ്യൂ ആനിമൽ ആർക്കിടെക്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പറയാം. ഫ്യൂ ആനിമൽ ആർക്കിടെക്ട്സിൽ ഫസ്റ്റ് വരുന്നതാണ് ടെർമൈറ്റ്സ്, സെക്കൻഡ് വരുന്നതാണ് ഹണി ബീസ്, പിന്നെ വരുന്ന വീവർ ബേർഡ്സ് ആണ്, പിന്നെ ബീവേഴ്സ് ഉണ്ട്. ഇത്ര എണ്ണമാണ് നമ്മുടെ ആനിമൽ ആർക്കിടെക്ട്സിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, ടെർമൈറ്റ്സ് എന്തോ ചെയ്യുന്നത്? ബിൽഡ് ടവറിംഗ് mounds with intricate internal structures for ventilation, temperature regulation and colony activities. അവരൊരു എന്താണ് ടവർ പോലത്തെ ഒരു മൗണ്ട് ഉണ്ടാക്കി വെക്കും. വിത്ത് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് പ്രൊവൈഡിങ് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൻഡ് കോളനി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു വീട് ഉണ്ടാക്കി വെക്കും. ആഫ്രിക്കൻ ടെർമൈറ്റ് മൗണ്ട് ക്യാൻ റീച്ച് അപ് ടു 30 feet in height. 30 feet in height വരെ ആഫ്രിക്കൻ ടെർമൈറ്റ് മൗണ്ടിന് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, പിന്നെ ഏറ്റവും വലിയ എന്താണ് which termite the termite which build clay mound of a great heights above the ground are called as ആ സ്പീഷീസിന് പറയുന്നത് ഒഡെന്റോടെർമസ് റെഡിമാനി എന്നാണ്. ഒഡെന്റോടെർമസ് റെഡിമാനി എന്നാണ് അവരെ പറയുന്നത്. എന്തോ അവരെ പറയുന്നത് ഒഡെന്റോടെർമസ് റെഡിമാനി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമ്മൾ പറയുന്നത് ആഫ്രിക്കൻ ടെർമൈറ്റ് മൗണ്ട്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് 30 feet വരെ ഉയരം ഫ്രം ദ ഗ്രൗണ്ടിലോട്ട് എത്തിച്ചേരാൻ പറ്റുമോ അവർക്ക്. Okay. Yes, and the features sophisticated air circulation and maintains a stable internal environment. അതൊക്കെ തന്നെ മുകളിലും പറഞ്ഞത്. ഹണി ബീസ് എന്ത് ചെയ്യുന്നത്? They create a hive from the wax. ഹണി ബീസ് എങ്ങനെ വീടുണ്ടാക്കുന്നത്? വാക്സ്, ബീ വാക്സിൽ നിന്നാണ്. ബീ വാക്സ് പ്രൊപ്യോളീസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ വീടുണ്ടാക്കുന്നത്. ഹണി ബീസ് create the hive from wax, forming hexagonal cells used to store honey, pollen and to house the colony. A typical beehive consists of thousands of individual hexagonal cells. Individual hexagonal cells efficiently maximizing space and resource storage. Efficiently maximizing thousands of hexagonal shape ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അത്? എന്താണ് maximizing space and resource storage. Maximum space utilization, resource storage വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് വീവർ ബേർഡ്സ്.
Weaver birds ആണ് അടുത്ത വരുന്നത്. Weaver birds are the master architects known as a weaving intricate hanging known as what weaving intricate. Weaver birds നെ പറയുന്ന വേറൊരു പേര് ഏതാ മക്കളെ? Weaving intricates എന്നാണ്. Weaving intricates എന്നാണ്. Hanging nest from the grass, leaves or twigs using their beaks. These nests provides a safe and secure environment for rising. And they build a hanging nest from leaves, twigs or എന്താണ് twigs or grasses using their beaks. These nests എന്ത് ചെയ്യുന്നു provide a safe and secure environment for raising the young ones, protecting from predators and harsh environment. എന്തൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് ബിൽഡ് ചെയ്യുന്നത്? For providing a safe environment for raising the young ones, protecting from predators and harsh environment ആണ്. Some species like എന്താണ് social weavers, build a massive communal nest build ചെയ്യാറുണ്ട്. That the house and then that house hundreds of birds, each within its own chamber. ഒരു മിനിറ്റ്. കമ്മ്യൂണിറ്റി ഓഫ് വീവർ ബേർഡ്സ് കണ്ടോ? കാണുമോ? ഇപ്പം കാണാൻ പറ്റും. യെസ്, അതാണ്. അതിനെപ്പറ്റിയാണ് അവർ പറഞ്ഞത്. എന്താ സം സ്പീഷീസ്, ചില സ്പീഷീസിന് എന്താണ് ലൈക്ക് സോഷ്യൽ വീവേഴ്സ്, സം സ്പീഷീസ് ലൈക്ക് സോഷ്യൽ വീവേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ബിൽഡ് മാസീവ് കളക്റ്റീവ് നെസ്റ്റ്, അല്ലാതെ നമ്മളൊക്കെ വീവർ ബേർഡ്സിനെ പറ്റി പറയുമ്പോൾ ഒരു ബേർഡ് താമസിക്കുന്ന ഒരു കുട്ടി നെസ്റ്റ്, ആ അമ്മ ബേർഡും അതിന്റെ കുഞ്ഞുങ്ങളും താമസിക്കുന്ന കുട്ടി നെസ്റ്റിനെ പറ്റി പറയുന്നത്. പക്ഷേ സോഷ്യൽ വീവേഴ്സ് എന്നൊക്കെ പറയുന്ന വീവർ ബേർഡ്സിന് മാസീവ് കോളനി നെസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. മാസീവ് കോളനി എന്താണ് നെസ്റ്റ് that house hundreds of hundreds of birds and each within its own chamber. അവിടെ ഓരോ വീടല്ല, ഓരോ ചേംബർ, ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ ചേംബർ. അതാണ് നമ്മുടെ വീവർ ബേർഡ്സിനെ പറ്റി പറയുവാണെങ്കിൽ. ഓക്കെ. പിന്നെ വരുന്നത് ബീവേഴ്സ് ആണ്. ബീവേഴ്സ് മാമൽസ് ആണ്. ബീവേഴ്സ്, റോഡൻസ് എന്നൊക്കെ പറയുന്നത്, പ്രൈമേറ്റ്സ് എന്നൊക്കെ പറയുന്നത് മാമൽസ് ആണ്. നമ്മുടെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കാണത്. ഓക്കെ. Beavers known for constructing dams or rivers or streams to create a pond. അവർ എന്തിനു വേണ്ടിയിട്ടാണ് അറിയപ്പെടുന്നത്? Creating dams or rivers or streams to create a pond which protect them from predator. അവർ ഡാം പോലെ സ്ട്രക്ചേഴ്സ്, റിവർ പോലത്തെ, പോണ്ട് പോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രിഡേറ്ററിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ. ഓക്കെ, പ്രൊട്ടക്ഷൻ ഫ്രം പ്രിഡേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. അവർ ടെർമൈറ്റ്സ് വരുമ്പം മറ്റേ സോഷ്യൽ ഓർഗനൈസേഷനും അതും ഇതും എല്ലാം വരുന്നുണ്ട്. സോഷ്യൽ ഓർഗനൈസേഷൻ അതിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഹണി ബീസും ഏകദേശം അതേപോലത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാണ്. ഹണി ബീസ് ഫുഡ് സ്റ്റോറേജ്, ബേസിക്കലി ഫുഡ് സ്റ്റോറേജ്, എന്താണ് ഇത് ടേക്കിംഗ് കെയർ ഓഫ് യങ് വൺസ്, ഷെൽട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ, ഇതൊക്കെ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. വീവർ ബേർഡ്സിനെ പറ്റി പറയുമ്പം ഷെൽട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നുണ്ട്. ഡിഫൻസ് ആൻഡ് പ്രെഡേറ്റർ അവോയ്ഡൻസ് വരുന്നുണ്ട്. മെയിൻലി നെസ്റ്റിംഗ് ആൻഡ് ബ്രീഡിംഗ് ആണ്. ബീവേഴ്സിനെ പറ്റി പറയുമ്പോൾ എന്തുവാണ്? ഡിഫൻസ് ആൻഡ് പ്രെഡേറ്റർ അവോയ്ഡൻസ് ആണ് വരുന്നത്. ഓക്കെ. Within these ponds they build logs with the underwater entrance for safety and warmth. എന്താണ് അവര് within the ponds, ഒരു മിനിറ്റ്, ലോഡ്സ്
Lodges, okay, lodges. ഉം. ആ പോണ്ടിനകത്ത് ഒരു ലോഡ്ജസ് പോലെ ബിൽഡ് ചെയ്യും. എന്തിനാണ്? വിത്ത് അണ്ടർഗ്രൗണ്ട്, അണ്ടർ വാട്ടർ എൻട്രൻസ്, അണ്ടർ വാട്ടറിന്റെ അടിയിലോട്ട് എൻട്രൻസ് ഒക്കെ ഉള്ള ലോഡ്ജ് പോലത്തെ ഒരു ബിൽഡിംഗ്, ഒരു താമസിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യുക. എൻട്രൻസ് ഫോർ സേഫ്റ്റി ആൻഡ് വാംത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ദേ യൂസ് ബ്രാഞ്ച്, ഇതിനവർ യൂസ് ചെയ്യുന്നത് എന്തോ, ദേ യൂസ് ബ്രാഞ്ചസ്, മഡ്സ് ആൻഡ് സ്റ്റോൺസ് ടു കൺസ്ട്രക്ട് ദിയർ ഡാംസ്. അവർ യൂസ് ചെയ്യുന്നത് ബ്രാഞ്ചസ് ഉണ്ട്, മഡ് ഉണ്ട്, പിന്നെ സ്റ്റോൺ ഉണ്ട്. ഇതൊക്കെ ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് അവരുടെ ഡാംസിനെ കൺസ്ട്രക്ട് ചെയ്യുക. ഓഫൻ tearing the entire ecosystem by creating wetland, altering entire ecosystem by creating wetlands that support a diverse wildlife. അവര് കംപ്ലീറ്റ് ആയിട്ട് ഓൾട്ടർ വരെ ചെയ്യും എന്നൊക്കെ പറയാം. എക്കോസിസ്റ്റം എന്തിലോട്ടാണ്? വെറ്റ്ലാൻഡ്സ് ടു സപ്പോർട്ട് ഡൈവേഴ്സ് വൈൽഡ് ലൈഫ്. ഇവരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഇവരുടെ ഞാൻ പറഞ്ഞു അവരുടെ കൺസ്ട്രക്ഷൻ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യാൻ പറ്റും. പ്ലാന്റ് ഗ്രോത്ത് എഫക്ട് ചെയ്യുന്ന, സോയിൽ കമ്പോസിഷൻ, വാട്ടർ മൂവ്മെന്റ്, ഇതിനൊക്കെ വേണ്ടി അവർ ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇവർക്ക് എന്താണ് ഇവര് ഇമ്പാക്ട് ചെയ്യും, എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നതിന്റെ വൺ എക്സാമ്പിൾ ആണിത്. അവൻ ഓഫൻ ഓൾട്ടറിങ് ദ എൻറ്റയർ എക്കോസിസ്റ്റം, ഒരു എൻറ്റയർ എക്കോസിസ്റ്റം വരെ ഓൾട്ടർ ചെയ്യാനുള്ള എബിലിറ്റി ഇവരുടെ വീടുകൾക്കുണ്ട്. എങ്ങനെയാണ്? ബൈ ക്രിയേറ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഒക്കെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സപ്പോർട്ട് ചെയ്യും, അതിലൂടെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ഡൈവേഴ്സ് വൈൽഡ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആനിമൽ സൊസൈറ്റീസ് ആൻഡ് ദ ആർക്കിടെക്ട് ഫീറ്റ്സ് highlight the remarkable diversities and integrities in the nature. Studying these natural and the architects reveals the insights into design, cooperation, and survival. This enriches our understanding on the intricate balance of life on Earth. ഇതൊക്കെ തന്നെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് പഠിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു.